ഹലോ! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പെൻസിൽ ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യുന്നതേ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പെൻസിലും പേപ്പറോ അല്ലെങ്കിൽ സ്കെച്ച് ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് വരയ്ക്കായിരിക്കും കേട്ടോ. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിതുപോലൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പെൺകുട്ടി ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ വരയ്ക്കാൻ എടുത്തേക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വരയ്ക്കണം എന്നൊക്കെ ഉള്ള ചിന്തകളിങ്ങനെ വരും. നമുക്ക് റെഫറൻസ് എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു എൻ്റെയൊക്കെ കൊച്ചിലെ. ഇപ്പോൾ പിന്നെ പിൻട്രസ്റ്റിൽ കയറിയോ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് വരയ്ക്കാനുള്ളത് എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പം ഞാൻ അങ്ങനെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്താണ് ഈ റെഫറൻസ്. അപ്പോൾ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. എൻ്റെ കൂടെ തന്നെ വരച്ചോ കേട്ടോ. ഏത് പെൻസിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ജസ്റ്റ് വരച്ച് നോക്കി ഒരു കോൺഫിഡൻസ് ഒക്കെ വന്ന് നമുക്ക് വീണ്ടും വീണ്ടും വരയ്ക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരും. അപ്പം ഇത് ഞാൻ സിമ്പിളായിട്ട് എൻ്റെ കയ്യിലുള്ള പെൻസിലൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ സാധാ പെൻസിലുള്ളെങ്കിൽ ആ പെൻസിൽ തന്നെ വെച്ചിട്ട് ആദ്യം ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ പിന്നെ നമ്മൾ ഷാർപ്പൻ ചെയ്തിട്ട് കുറച്ചുകൂടെ ഡാർക്കാക്കി കൊടുത്താൽ കുറച്ചുകൂടി നല്ല കളറ് കിട്ടും. അപ്പം നമ്മുടെ ഉള്ള പെൻസിൽ വെച്ച് തന്നെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആർട്ട് ലൈൻ്റെ പെൻസിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ തീരാറായി. ഇപ്പോൾ ഈ ഒരു പെൻസിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ. ബാക്കി സ്റ്റഡ്ലറിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ തീർന്നു പോയി. അപ്പോൾ ഉള്ള പെൻസിലൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് വരച്ചാൽ മതി കേട്ടോ. അപ്പം അത്രയൊക്കെ വരച്ച ശേഷം നമ്മളിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാം. മുടി ഒന്നുകൂടി ഡാർക്കൻ ചെയ്ത് കൊടുക്കണം, കാരണം ബാക്കി ഭാഗം ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് വരച്ച് കൊടുത്ത ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിൽ അവിടെ ആ ഭാഗം അങ്ങ് ബ്ലെൻഡ് ആവും. പിന്നെ നമുക്ക് ഈ ഡാർക്കൻ ചെയ്യേണ്ട ഏരിയാസ് ഡാർക്കൻ ചെയ്ത് കൊടുത്താൽ തന്നെ അത് കാണാൻ നന്നായിട്ടുണ്ടാവും. അപ്പം ബ്ലെൻഡിങ് സ്റ്റമ്പ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബഡ്സ് ഉണ്ടാവുമല്ലോ, വീട്ടിലൊക്കെ ബഡ്സ് ഉണ്ടാവും, അത് വെച്ച് ചെയ്താലും മതി. ഇനി അതും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒരു തുമ്പ് ഭാഗം വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി ഉള്ള ഭാഗത്തൊക്കെ ഒരു ഡ്രസ്സാകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ചുളുങ്ങിയൊക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ ആ ചുളുങ്ങിയൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം മാത്രം ഞാൻ ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ച് വരയ്ക്കുന്നുണ്ടേ. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തങ്ങ് പോയാൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെയുള്ള ഭാഗത്ത്. അതിന് ശേഷം നമ്മൾ നമ്മുടെ പെൻസിൽ വെച്ച് ബാക്കി ഉള്ള ഭാഗത്തേക്ക് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ടിഷ്യൂ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും കേട്ടോ. ഈ ടിഷ്യൂ വെച്ച് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം പിന്നെയും നമ്മൾ ഓരോ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു പെൻസിൽ വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കേണ്ടിടത്തൊക്കെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനീ വരയ്ക്കുന്നതൊക്കെ എൻ്റെ ഒരു യുക്തി അനുസരിച്ചാണ്. ഞാൻ ഡ്രോയിങ്ങൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെയൊക്കെ പോലെ തന്നെ ഉള്ളൂ. ഇഷ്ടമാണ് വരയ്ക്കാനൊക്കെ. അതുകൊണ്ട് പണ്ട് മുതലേ വരച്ചൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ വരയ്ക്കുന്നതാണ് കേട്ടോ. ഞാനല്ലാതെ ക്ലാസ്സിനൊന്നും പോയി പഠിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാം. കാരണം എനിക്കൊക്കെ പണ്ട് വരയ്ക്കാൻ ഇഷ്ടമുണ്ടായിട്ടും നമുക്കതിനുള്ള അത് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇന്നാകുമ്പം എന്തിനേറെ പറയുന്നു, നമുക്കൊരു റെഫറൻസ് പോലും കിട്ടാനൊരു വഴിയില്ലായിരുന്നു. പണ്ടൊക്കെ എന്തെങ്കിലും മാഗസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പടങ്ങളൊക്കെ നോക്കി വരയ്ക്കാനൊക്കെ പറ്റുള്ളൂ. ഞങ്ങളുടെ വീട്ടിലങ്ങനെ മാഗസിൻസൊന്നും വാങ്ങിക്കാറുമില്ല, പത്രം പോലും വരുത്താറില്ല. അപ്പം ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മുടെ നോട്ട്ബുക്കുണ്ടല്ലോ, നോട്ട്ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിലുള്ള പടങ്ങൾ അങ്ങനെയൊക്കെ, പിന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലും പടങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെയാണ് ഞാൻ പണ്ടൊക്കെ വരച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനുള്ള നമുക്ക് എന്ത് വരയ്ക്കണം, എങ്ങനെ വരയ്ക്കണം എന്നുള്ള ഒരു പിടിയില്ല. എന്നാലും ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് വരയ്ക്കും. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും വരയ്ക്കാൻ പറ്റും. ശ്രമിക്കണം, എല്ലാവരും ശ്രമിച്ച് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കയ്യിലിരിക്കുന്ന ബുക്ക് വരച്ചുകൊണ്ടിരിക്കുക. അത് ഇതുപോലെ ആദ്യം ലൈറ്റ് പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ചു കൊടുത്ത് അതിനുശേഷം ആ ലൈറ്റ് പെൻസിൽ വെച്ച് ഞാൻ അകത്ത് എഴുതിയേക്കുന്നതൊക്കെ വെറുതെ ഒന്ന് വരയിട്ട് കൊടുക്കണം കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അതിനുശേഷം ഡാർക്ക് ആയിട്ടുള്ളൊരു പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ അറ്റഭാഗത്തൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ച് നടുക്ക് ഭാഗത്തൊന്ന് ബ്ലെൻഡും ചെയ്തു. പിന്നെ ഡാർക്കൻ ചെയ്യുന്ന അടുത്തൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്തിട്ട് ബ്ലെൻഡിങ് സ്റ്റമ്പ് ഇടയ്ക്ക് ഉപയോഗിച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്തുകൂടെ കൊടുക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി ആ മരം വരയ്ക്കുകയാണ് കേട്ടോ. മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മരം വരയ്ക്കുമ്പം ജസ്റ്റ് അതിൻ്റെ പകുതി ഭാഗം ജസ്റ്റ് നമുക്കത് തോന്നണം മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നതെന്ന് തോന്നാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഒരു മരം പോലെ വരച്ചിട്ട് ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ച് അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതിൻ്റെ ഇലകളാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല.
ഇല പോലെ തോന്നണം. അതുപോലെ ചെറുതായിട്ടൊന്ന് ഇല പോലെ കുറച്ച് ഇലകളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മറ്റേ ടിഷ്യൂ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ആ ഭാഗമെല്ലാം. അന്നേരം പെട്ടെന്നങ്ങ് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മുടെ മരത്തിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു നല്ലൊരു ലുക്ക് കിട്ടിയില്ലേ? അത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് ഇലകളും കൂടെ വരയ്ക്കുകയാണ്. അത്രയും വരച്ച ശേഷം കുറച്ച് ഡാർക്കൻ ചെയ്യേണ്ടടുത്ത് കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ താഴെ ഇലകൾ വീണ് കിടക്കുന്നതായിട്ട് താഴെ കുറച്ച് ഇലകൾ ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ടും കൂടെ വരയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വരച്ച് നോക്കാൻ ശ്രമിച്ച് നോക്കാം കേട്ടോ. വരയ്ക്കാനൊന്ന് ശ്രമിച്ച് നോക്കണം. ടൈം എടുക്കും. നമ്മൾ പെട്ടെന്നൊന്നും നമുക്ക് വരച്ച് തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. വരയ്ക്കുക എന്ന് വെച്ചാൽ ഇച്ചിരി സമയം എടുക്കുന്നൊരു കാര്യം. ക്ഷമ കുറച്ചൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടടുത്തൊക്കെ ഒന്ന് റേസർ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മായ്ച്ച് കൊടുക്കുകയാണേ. അതല്ല നിങ്ങൾക്ക് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പം അത് ഉപയോഗിക്കാഞ്ഞതാണ്. ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ജസ്റ്റ് വരച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട് കുറേ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളാരും മറക്കരുത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ അവസാനം കുറച്ചുകൂടെയൊക്കെ ഒന്ന് മിനുക്ക് പണികളൊക്കെ ചെയ്യുകയാണ്. കുറച്ച് ഡാർക്കൻ ചെയ്തൊക്കെ കൊടുത്താൽ കുറച്ചുകൂടെയൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.